റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പം 99.9% ആളുകളും ഏറ്റവും ബെസ്റ്റ് ഫുഡ് കൊടുക്കണം, നാട്ടിലെ ട്രെൻഡിങ് ഞാൻ ആവണം എന്ന് കരുതിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. തുടങ്ങി കഴിയുമ്പോൾ ഈ എക്സ്പെൻസ് ഇൻകത്തിനേക്കാളും ഭയങ്കര കൂടുതലായി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് അതൊരു വൈൽഡർ ലെവലിലേക്ക് മാറും. നമ്മൾ രാവിലെ പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന ഒരു സംഭവമുണ്ട്, പൂള് വെട്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനം ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു മത്തങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ചീഞ്ഞ് പുഴുവരിച്ച് കിടക്കുമെന്ന് വിചാരിക്കുക, അതിനിങ്ങനെ പൂളും. അങ്ങനെ എല്ലാ വെജിറ്റബിൾസിന്റെ ബാക്കി ഭാഗങ്ങൾ എടുത്ത് വെക്കുന്നതുണ്ട്. ഈ സാധനങ്ങൾ എടുത്താൽ 1/3 പ്രൈസിൽ ഈ സാധനം കിട്ടും. അവിടെ കോസ്റ്റ് കട്ടിങ് നോക്കും. കുറച്ചുകൂടെ വൈൽഡറായിട്ട് പോവുകയാണെങ്കിൽ ട്രാവലിംഗിൽ കോഴി കുറച്ചാവും. ഈ ചത്ത കോഴി എടുത്താൽ, അതായത് 110 രൂപ ചിക്കന്റെ വിലയെങ്കിൽ 15-20 രൂപ കൊടുത്ത ഒരു കോഴിയെ കിട്ടും, ചത്ത കോഴിയുടെ. അങ്ങനത്തെ പടികളിലോട്ടൊക്കെ പയ്യെ ആളുകൾ ഇറങ്ങും. പിന്നെ ശരിക്കും ഈ ഫുഡ് പോയിസൺ ഉണ്ടാകുന്ന സംഭവം ഇങ്ങനത്തെ കാര്യങ്ങളിലല്ല വരുന്നത്. ഫുഡ് പോയിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും വിചാരിക്കുന്നത് മോശം ഫുഡെന്നോ പഴയ ഫുഡെന്നോ ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ ദ റിയൽ റീസൺ എന്ന് പറയുന്നത് വൈറസ് ആൻഡ് ബാക്ടീരിയാസ് ആണ്. ഈ സാധനം ബെസ്റ്റ് ഫുഡിലൂടെ വരും, മോശം ഫുഡിലൂടെ വരും, അല്ലാതെ മറ്റ് പല കാരണങ്ങളിലൂടെ വരും.